കുര്യൻ പറഞ്ഞു അത് ഒരുപാട് കോൺട്രവേഴ്സി, അതൊരു പൊളിറ്റിക്കൽ കളറൊക്കെ കൊടുത്തിട്ട് ഉണ്ടായ ഒരു വിവാദമായിരുന്നു. ഇപ്പോൾ മെസ്സിയെയും അർജന്റീൻ ഫുട്ബോൾ ടീമിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് കാശ് ചിലവാകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് കേരളത്തിൽ നല്ല ഫെസിലിറ്റീസ് ഒരുക്കുന്നതിലേക്കായിരുന്നു ശ്രദ്ധ വേണ്ടിയിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ആ വിഷയത്തിൽ കോച്ചിൻ്റെ അഭിപ്രായം എന്താ? ആഷിഖുറിനെ വളരെ റെസ്പെക്റ്റോട് കാണുന്ന ഒരു കോച്ചാണ് ഞാൻ. വളരെ പ്രൊഡക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ആഷിഖുറിൻ്റെ ആംഗിളാണ് സംസാരിച്ചത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇത് രണ്ട് തരത്തിലാണ് ഇതിനെ കാണുന്നത്. കാരണം ഒന്ന്, ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കിപ്പോഴും കിട്ടിയില്ല. എത്ര ഫണ്ട് ഉണ്ട്, ഇത് ആരാണ് ഫണ്ട് ചിലവാക്കുന്നത്, ഗവൺമെൻറ്റാണോ അതോ പ്രൈവറ്റ് ഏജൻസി, ഇതിനൊന്നും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പന്ത് കളിക്കാരൻ നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനും വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല എന്നതാണ് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ഐഡിയാസും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ മെസ്സി വരുന്നതിൻ്റെ മുന്നിലും നമ്മളെ കാലങ്ങളുണ്ടായിരുന്നല്ലോ, ആ കാലഘട്ടത്തിലും അത്രയും സാധനം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് മൂന്നാർ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സെൻ്റർ ഉണ്ട്, കേരള ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തതാണ്. എത്ര വർഷം മുന്നേ ഇൻവെസ്റ്റ്, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ അറിവ് ശരി, അത് അടഞ്ഞു കിടക്കുകയാണ്. ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ടായി. ഉദ്ഘാടനം കഴിഞ്ഞ 8 വർഷം കഴിയുമ്പോൾ ഏറെ പരിതാപകരമാണ് ഈ സെന്ററിന്റെ അവസ്ഥ. കഴിഞ്ഞ ആഴ്ച ഒരു ജനൽ ഇടിഞ്ഞു വീണു. കാറ്റടിക്കുമ്പോൾ ഈ ജനലൊക്കെ ഭയങ്കര ആട്ടവും പേടിയൊക്കെയുണ്ട്. ഈ വിള്ളലൊക്കെ വീണിട്ടുണ്ട് ഈ ഭിത്തിക്കൊക്കെ. ഒളിമ്പിക് സെന്റർ വരെ പ്രവർത്തനം തുടങ്ങുമെന്ന് വാഗ്ദാനമുണ്ടായെങ്കിലും സംസ്ഥാന തലത്തിലുള്ള കായിക താരങ്ങൾക്ക് പോലും ഇത് കാര്യമായി പ്രയോജനപ്പെടുന്നില്ലെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇവിടെ നിലവിൽ ഓൾറെഡി ഇൻഫ്രാസ്ട്രക്ചർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെയാണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത്, അത് വലിയൊരു ചോദ്യമാണ്. ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഈ 100 കോടി രൂപ കേരള ഫുട്ബോളിന് വേണ്ടി മാറ്റിവെച്ചാൽ അത് ഭയങ്കര ചേഞ്ച് തന്നെ ആയിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷേ അതിന് മുന്നേ നമ്മൾ നോക്കി കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉണ്ടായ സാഹചര്യം നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചു. ശാപമോക്ഷം കാത്തു കഴിയുകയാണ് മൂന്നാറിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് കായിക പരിശീലന കേന്ദ്രം. അറ്റകുറ്റപ്പണി പോലും നടത്താതെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിലാണ് കായിക താരങ്ങൾ. പുതിയ സ്പോർട്സ് കൗൺസിൽ അധികാരമേൽക്കുമ്പോഴെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന്. നമ്മൾ എപ്പോഴും വിവാദങ്ങളാണ് നമുക്ക് ആവശ്യം. ആഷിഖുറിൻ്റെ അഭിപ്രായം പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. അപ്പം നമ്മൾ ഇത് കോമൺ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. കോമൺ ആയിട്ടുള്ള സാധാരണ ജനങ്ങളാണ് ഇത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. കാരണം ആഷിഖുറിൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ വേണം, അവരും ഇതിൽ ഇൻവോൾവ് ആവണം. അല്ലാണ്ട് ഇന്ന ആൾ പറഞ്ഞു അല്ലെങ്കിൽ IM വിജയൻ പറഞ്ഞു അല്ലെങ്കിൽ അതെല്ലാം അപ്പുറത്തേക്ക് ഞങ്ങളെന്ത് പറയുന്നു. സാധാരണ ജനങ്ങൾക്ക് സ്പേസ് വേണം. ആ സാധാരണ സ്പേസിൽ ജനങ്ങൾക്ക് സ്പേസ് വേണമെങ്കിൽ എപ്പോഴും ഞാൻ പറയും സ്പോർട്സ് ജേർണലിസ്റ്റുകൾ ഹൈ എൻഡായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ അവർക്ക് പറ്റണം. നല്ല ചോദ്യങ്ങൾ വരണം. ഇതിൻ്റെ കോൺട്രവേഴ്ഷ്യൽ സൈഡ് തുറന്നു കാണിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സാധാരണ മനസ്സിലാക്കി കൊടുക്കാൻ ജേർണലിസ്റ്റുകൾ സാധ്യമാണോ. കാരണം അതിന് നന്നായി പണിയെടുക്കണം, അതിന് നന്നായി ഹോംവർക്ക് ചെയ്യണം. എന്തൊക്കെയാണ് സാധനങ്ങൾ, എന്തൊക്കെ ഡെവലപ്മെൻറ്റ്, ഒരു പ്ലെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പന്ത് കളിക്കാനെ ഡെവലപ്പ് ആയി എന്തൊക്കെയാണ് അടിസ്ഥാനപരമായ സാഹചര്യങ്ങൾ വേണ്ടത് എന്ന് നമ്മൾ അത് തുറന്ന് കാണിക്കണം. അല്ലാതെ ഇത് എപ്പോഴും നമ്മൾ വിവാദം അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, അതിന് ആൻസർ ഇല്ല. അതെ. അപ്പോൾ ഈ ഫെസിലിറ്റീസിൻ്റെ വിഷയത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഫെസിലിറ്റി ഉണ്ടാവുമ്പം അതിന് ചുറ്റിപ്പറ്റിയിട്ട് കുറേ ബൂസ്റ്റപ്പ് കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതേ സമയത്ത് പ്രോസസ്സിനെ കുറിച്ച് കംപ്ലീറ്റ്ലി അണവെയർ ആണെങ്കിൽ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മളൊരു സാധനം നമ്മൾ ഒരു വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഊപ്പ് ഇപ്പോൾ ഒരു പുതിയൊരു ഒരു ഡിജിറ്റൽ വാച്ചുണ്ടല്ലോ, അത് എത്ര 800 dirhams എത്ര ഉണ്ട്, അത് നമ്മൾ വാങ്ങിക്കണം. എല്ലാവരും കിട്ടും, ഞാനും കിട്ടുന്നു. അതെ, അത് ഇൻ്റർനാഷണൽ ആൾക്കാർ, ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺസും അത് ഉപയോഗിക്കാൻ അറിയാതെ ഞാനൊരു ഫെസിലിറ്റീസ് വാങ്ങിച്ചു കൈ കെട്ടി പോലെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിരിക്കണം. ആ പ്രോപ്പർ ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു സിന്തറ്റിക് ട്രാക്ക് വന്നിട്ടുണ്ട്. ഞാൻ പഠിച്ച് വന്ന സ്കൂളിൽ 200 മീറ്ററിൻ്റെ ട്രാക്ക്, സിന്തറ്റിക് ട്രാക്ക്. അത് തേർഡ് പാർട്ടി നോക്കുമ്പോൾ അത് ഡെവലപ്മെൻറ്റാണ്, ഞാൻ നോക്കുമ്പോൾ അത് ഡെവലപ്മെൻ്റ് അല്ല, അതൊരു പ്രൊഡക്റ്റീവ് ഡെവലപ്മെൻ്റ് അല്ല. പക്ഷേ ഒരു കോമൺ പീപ്പിൾ നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സിന്തറ്റിക് ട്രാക്ക് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, കോമൺ ആൾക്കാരാണ് ഇതിൻ്റെ ഹയർ അവയർനെസ്സിലേക്ക് വരേണ്ടത്. പക്ഷെ അവിടെ ആ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ആ സിന്തറ്റിക് ട്രാക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാനതാ പറഞ്ഞത്, ഒരു പ്ലെയർ, ഒരു അത്ലറ്റിനെ, ഇപ്പം നമ്മൾ ഒരു അത്ലറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ സിന്തറ്റിക് ട്രാക്കിൻ്റെ ബേസിക് ആവശ്യമില്ല. പക്ഷെ ഒരു ലോങ് ടൈം ഡെവലപ്മെൻറ്റ് ഇതിൽ ആവശ്യമുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് ഈ അത്ലറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇതാണ് എൻ്റെ ഭാഗം. എങ്ങനെയാണ് നിങ്ങളൊരു അത്ലറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി കൂടുന്നതിൻ്റെ കൂടെ ഈ ഫെസിലിറ്റീസ് ചേരുമ്പോൾ
അപ്പോൾ അത് രണ്ടും കൂടി മെർജ് ആവും, അത് രണ്ടും കൂടി പ്രൊട്ടക്റ്റീവ് ആവും. അതേസമയം നമ്മൾ ഫെസിലിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ പ്രോഗ്രാം താഴത്തേക്ക് പോകുമ്പോൾ ഇതുകൊണ്ട് ഉപകാരമില്ല. ഇതാണ് അതിൻ്റെ അത്യാവശ്യം. ഇപ്പം നമ്മൾ നല്ലൊരു ഗ്രാസ് കോർട്ടിൽ പന്ത് കളിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പന്ത് കളിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ കളിക്കാറുണ്ടല്ലോ, നല്ല രസമായിട്ട് ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ പ്ലെയറുടെ ലെവലിലേക്ക് എത്തിച്ചിട്ട് ഈ ഗ്രാസിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് എൻ്റെ ഇത്. ഡെവലപ്മെൻറ്റും വേണം, ഈ ഫെസിലിറ്റീസ് അതിന്റെ ഭാഗമായിട്ട് വരണം. അപ്പോൾ ഈ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ. മറ്റത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ പ്രോസസ്സ് താഴെ കിടക്കുന്നു, അല്ലെങ്കിൽ പ്രോസസ്സ് മേലെ പോകുന്നു, ഇൻഫ്രാസ്ട്രക്ചർ താഴെ കിടക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് ലിഫ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ അത് പ്രൊഡക്റ്റീവ് പ്രോസസ്സായിട്ട് മാറുള്ളൂ. ഈ പ്രോസസ്സിനെ കുറിച്ചാണ് കൂടുതൽ, പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് സംവാദങ്ങൾ. നമ്മൾ ഈ ഇന്ന സാധനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഇന്ന സാധനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിലാണ് നമ്മൾ കൂടുതൽ സംവാദങ്ങളും കാര്യങ്ങളും. നമുക്ക് ഇന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, നമ്മൾ ഇത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ടല്ലോ, ഇതിനെ നമ്മൾക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. കാരണം ഇതെല്ലതും നമ്മൾ ഈ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. അല്ല, അത് സ്വാഭാവികമായിട്ട് വരുന്ന നിറങ്ങളാണ് ഓരോരോ സംസാരങ്ങൾ. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം സാധാരണ ജനങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോഴും ഇതിന്റെ യാഥാർത്ഥ്യം അറിയണ സമയത്തും ഇതിലേക്ക് പൊളിറ്റിക്കൽ സാധനങ്ങൾ ചേരുകയാണ്. അപ്പൊ ഇതിനെ സപ്പോർട്ട് അത് പറയും, ഇതിനെ സപ്പോർട്ട് ഇത് പറയും. ഇതിന്റെ യാഥാർത്ഥ്യം ആൾക്കാർ മറക്കുകയാണ്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ സാധാരണ ആൾക്കാരുടെ സ്പോർട്സിന്റെ നോളജ് കൂടണം, അവരുടെ ഡീപ്ലി അറിവ് കൂടണം. നമ്മളെ കേരളത്തിലെ ആൾക്കാർ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് നല്ല അറിവുള്ളവരാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ സ്പോർട്സ് പരമായിട്ട് നമുക്ക് അറിവില്ല. നമുക്ക് വേറെ എന്തൊക്കെ ചരിത്രങ്ങളും ഇതൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊഡക്റ്റീവായിട്ട് അറിവുകൾ വേണം. ആ അറിവുകൾ വേണമെങ്കിൽ സാധാരണ ജേർണലിസ്റ്റുകളുടെ ക്വാളിറ്റി കൂടണം. അവർക്ക് ഇതിൽ വലിയ പങ്കുണ്ട്, ജേർണലിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട് ഈ സാധാരണ ജനങ്ങളുടെ ഈ സ്പോർട്സിൻ്റെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പുതിയ സിസ്റ്റത്തിൽ നിൽക്കുന്ന ജേർണലിസ്റ്റുകൾ വേണം, പുതിയ സിസ്റ്റത്തിലേക്ക് വന്ന പഴയ താരങ്ങൾ വേണം, അല്ലേ? എല്ലാവരും കൂടി ഒരു സിസ്റ്റത്തിലേക്ക് വരുന്ന കോച്ചസ് വേണം. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു ഇന്റർനാഷണൽ പഴയ നമ്മുടെ താരത്തിന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു ജേർണലിസ്റ്റ് വേണം. അല്ലാണ്ട് നിങ്ങൾ പണ്ട് ഫെഡറേഷൻ കപ്പ് കളിച്ചിരുന്നല്ലോ, ഞങ്ങൾ അതിൽ കാര്യമില്ല. ഇന്നത്തെ ലെവലിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, അത് അവരൊക്കെ പുറത്ത് ഡിപ്പിക്കാനുള്ള ക്വാളിറ്റിയിലെ ജേർണലിസ്റ്റുകൾ വേണം. അപ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് ഇത് അറിയുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ വീണ്ടും 90-കളിലും 88-ലും 90-കളിലും നിന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് നമുക്ക് ആ ഒരു കാര്യം ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ജേർണലിസ്റ്റുകൾ ചോദിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുന്നു. ഈ അക്കാദമിയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്ന പേരൻസ് ഇതിനെക്കുറിച്ച് അവെയർ ആവുന്നു. അപ്പോൾ ഫുട്ബോളിന് അപ്പുറത്തേക്ക് ഉള്ള അവയർനെസ് കൂടി അവർക്ക് വേണം എന്നുള്ളതാണ് പുതിയ പഠനങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നത്, അല്ലേ?